സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 നോക്കൗട്ട് സ്റ്റേജിലേക്ക് വേൾഡ് കപ്പ് എത്തുവാണ്. റൗണ്ട് ഓഫ് 32 ആദ്യത്തെ മാച്ച് നമ്മുടെ സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിലാണ് ആദ്യത്തെ മാച്ച്. ഇന്ന് രാത്രി എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും എന്താ പറയുക, എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ 2-1 ജയിക്കും എന്നതിന് എൻ്റെ ഒരു പ്രഡിക്ഷൻ. വേറെ ഒന്നും കൊണ്ടല്ല, ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അത് കാനഡയ്ക്ക് എപ്പോഴും എന്തായാലും ഉണ്ട്. അതുപോലെ ജെസ്സി മാർഷിൻ്റെ എന്താ പറയുക, ആശാൻ്റെ ടാക്ടിക്സ് പറഞ്ഞാൽ ഹൈ പ്രസ്സിങ് ആണ്. നല്ല, അതായത് വിസിലടിച്ച് കളി തുടങ്ങുന്നോട്ട് പ്രസ് ചെയ്യിക്കുക. അതുപോലെ നല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. മിക്കവാറും 4-4-2 എന്ന ഫോർമേഷൻ കളിക്കാനാണ് സാധ്യത കാനഡ. അതോടൊപ്പം തന്നെ എന്താ പറയുക, പൊസിഷൻ ഗെയിമാണ്. നല്ലപോലെ പൊസിഷൻ പിടിച്ച് വെച്ച് കളിക്കും. അതുപോലെ വിങ്ങിലൂടെ ക്വിക്കായിട്ട് കളിക്കുക, ബോൾ നല്ല ക്വിക്കായിട്ട് മൂവ് ചെയ്ത് വിങ്ങിലൂടെ നല്ല ഫാസ്റ്റായിട്ട് കളിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ഒരു ടാക്ടിക്കൽ സാധനം. അതുപോലെ എന്തായാലും കുറച്ചുകൂടെ ഡിഫെൻസീവായിട്ടായിരിക്കും സൗത്ത് ആഫ്രിക്ക കളിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും എന്താ പറയുക, റെഗുലറായിട്ട് ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇൻ കേസ് ഫസ്റ്റ് സ്കോർ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെവി പ്രസ്സിങ്ങും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള വിങ്ങേഴ്സിനെ വരുത്തി നല്ല സ്പീഡാക്കും എന്നുള്ള ഉറപ്പാണ് കാനഡയെ സംബന്ധിച്ചോളം. ഒരു ബൊസ്നിയായിട്ട് 1-1 ഡ്രോ ആവുകയും ഖത്തറിനെതിരെ 6-0 കൊണ്ട് അടിച്ചു കൊടുത്ത ടീമുമാണ്. സ്വിറ്റ്സർലാൻഡായിട്ട് മാത്രം 1-2 സ്കോറിൽ തോറ്റു. എന്നാലും 8 ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ടീമാണ്. അതിൽ ജൊനാഥൻ ഡേവിഡ് എന്ന വ്യക്തി 3 ഗോളും പ്രോമിസ് ഡേവിഡ് 2 ഗോളും ബാക്കി ലാറിനും ബുച്ച്നാനും അങ്ങനെയുള്ള ഏതെല്ലാം ഹെവി പ്ലേയേഴ്സിനും അവരിൽ ഓരോ ഗോൾ വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അവർക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത്രയും ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. മറിച്ച് അപ്പർ സൈഡിലാണെങ്കിൽ നമ്മുടെ ഹ്യൂഗോ ബ്രൂസിൻ്റെ ഹ്യൂഗോ ബ്രൂസാണ് അവരുടെ ആശാൻ കോച്ച്. പുള്ളി അണ്ടറിലാണെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ അവർ കൗണ്ടേഴ്സിലാണ് മുന്നോട്ട് പോവുക. അവർ എനിക്ക് തോന്നുന്ന ബ്രൂസ് ആശാൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ പൊസിഷൻ വിട്ടു കാനഡയെ കളിക്കാനുള്ള അവസരം കൊടുത്തിട്ട് ബോൾ കിട്ടുന്ന സമയത്ത് ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വേറെ ലെവലിലോട്ട് പോകും. പക്ഷേ സൗത്ത് ആഫ്രിക്ക മെക്സിക്കോനെതിരെ 0-2 തോക്കുകയും അതുപോലെ ചെസ്സിയായിട്ട് 1-1 ഡ്രോയും അല്ല കൊറിയ വേണ്ടപ്പെട്ട മാച്ചിൽ കൊറിയനെ അടിച്ചു. ലാസ്റ്റ് മാച്ച് റൗണ്ട് 3 ഗ്രൂപ്പ് സ്റ്റേജിൽ അടിച്ചതാണ് അവരുടെ ഈ വഴി റൗണ്ട് ഓഫ് 32 വന്നത് നമ്മൾ ഓർക്കുക. 2-1 അടിച്ചത്. എന്നാലും മൊത്തം 3 ഗോള് ആകെ സ്കോർ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ എന്താ പറയുക, പേഴ്സിത്തവും മൊക്വാനയും മഗ്ഗോബയൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഇവർ 3 പേരാണ് ഓരോരോ ഗോൾ വെച്ച് അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇൻ കേസ് സൗത്ത് ആഫ്രിക്കയാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ 4-2-3-1 എന്ന ഫോർമേഷൻ ആയിരിക്കും ഇവർ മിക്കവാറും കളിക്കാൻ സാധ്യത. അത് മാറ്റി ബ്രൂസ് ആശ നേരെ 5-4-1 പോയി കുറച്ചുകൂടെ ഹെവി ഡിഫൻസീവ് ആവാനുള്ള സാധ്യതയാണ്. അത് പിന്നീട് പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യത. കാരണം നമ്മുടെ കാനഡ നല്ല പോലെ പ്രസ് ചെയ്ത് കളിക്കാൻ തുടങ്ങും. ഒരു ഗോൾ ബാക്കിലാവുകയാണെങ്കിൽ നല്ല പ്രസ് ചെയ്ത് നല്ല ഫാസ്റ്റായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ വളരെ കുറച്ച് ബാക്കിയുള്ള ടീംസുമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ചാൻസസ് മാത്രം